ഈസി ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നമ്മൾ ലാപ്ടോപ്പിലോട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സാംസങ് ഫോണിൻ്റെ സ്ക്രീൻ ഒരു ലാപ്ടോപ്പിലോട്ട് കാസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ടി വി ആയിട്ട് നമ്മൾ ക്രോം കാസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ നമ്മൾ സ്മാർട്ട് ടി വിസ് ആയിട്ട് മിറർ കാസ്റ്റ് ചെയ്യാറുണ്ട്, DLNA അതുപോലെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലാപ്ടോപ്പിലോട്ട് എങ്ങനെ നമ്മുടെ ഫോൺ അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെയിം ടി വി ചെയ്യുന്ന പോലെ ക്രോം കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ലാപ്ടോപ്പിലോട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ കാസ്റ്റ് ചെയ്യാം, സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ ഫോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റുള്ള ഫോണുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. വീട്ടിലെല്ലാവരുടെ കയ്യിലും സാംസങ് ഫോണാണ്. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ തൽക്കാലം സാംസങ്ങിൻ്റെ ഫോണിലാണ് കാണിക്കുന്നത്. എൻ്റെ M51 എൻ്റെ അടുത്തുണ്ട്, ഇതിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയ്യിലുള്ള ഫോണെന്ന് വെച്ചാൽ അതെന്ന് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് 100% പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇതിലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡായിരിക്കും. നമുക്കിപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ കോൺഫിഗറേഷനാണ് ലാപ്ടോപ്പിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫോണൊന്ന് കാസ്റ്റ് ചെയ്യാം. കാസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മറ്റുള്ള ഫോണുകളുടെയും വേണമെങ്കിൽ സ്റ്റെപ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നത് ആദ്യം നമ്മുടെ ലാപ്ടോപ്പിലാണ് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ സെർച്ച് ബാർ എടുക്കാൻ പറ്റും. നമുക്ക് ലാപ്ടോപ്പിൻ്റെ അടുത്ത് തന്നെ സെർച്ച് ബാർ എടുത്തിട്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കണ്ടില്ല ഇവിടെ മാനേജ് ഓപ്ഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ കൊടുക്കാം. ഇവിടെ നമുക്ക് ആഡ് ഫീച്ചർ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഈ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ OS ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആഡ് ഫീച്ചർ കൊടുക്കാം. ഇവിടെ നമുക്ക് വയർലെസ് ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ വയർലെസ് ഡിസ്പ്ലേ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, ആ ഒരു ഫീച്ചർ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. നമ്മളിനി സെറ്റിങ്സിലോട്ട് തിരിച്ച് തന്നെ പോകണം. നമ്മൾ സെറ്റിങ്സ് ഓപ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, പക്ഷേ നമ്മൾ ഡയറക്റ്റ് കയറിയോണ്ട് നമ്മൾ അങ്ങനെ കയറില്ലെന്നേ ഉള്ളൂ. നമുക്ക് ബാക്ക് പോവാം. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹോം എടുക്കണമല്ലോ. ഇവിടെ ബാക്ക് എടുത്ത് ഹോം എടുക്കുക. ഇവിടെ സിസ്റ്റം എടുക്കുക. ഇവിടെ സിസ്റ്റത്തിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, പ്രൊജക്റ്റ് ടു ദിസ് PC എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്ന് എടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആ ഒരു സെറ്റിങ്സ് പേജ് എന്ന് പറയുന്നത്. ഇവിടെ ലോഞ്ച് ദി കൺസോൾ ടു പ്രൊജക്റ്റ് ദിസ് PCയോ, നിങ്ങൾക്ക് ഇത് ലാപ്ടോപ്പിലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇത് ക്ലിക്ക് ചെയ്യാം. ലോഞ്ച് ദി കണക്ട് ആപ്പ് ടു പ്രൊജക്റ്റ് ദിസ് PC എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇത് വരും, ഒരു സ്ക്രീൻ വരും. അന്നേരം നമുക്ക് നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്യണം. നിങ്ങളുടെ ഏത് ഫോണാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എൻ്റെ സാംസങ് ആണ് ഉള്ളത്. ഈ സാംസങ് ഫോണിലൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് സ്മാർട്ട് വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാറില്ലേ, സ്മാർട്ട് വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓണാക്കാം. ലാപ്ടോപ്പിൻ്റെ വന്നിട്ടുണ്ടല്ലേ, നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ സ്റ്റാർട്ട് നൗ. കണ്ടില്ലേ, ഫോൺ ഇച്ചിരി സ്ലോ ആണ് കേട്ടോ, അതാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. കണ്ടില്ലേ, യെസ്. അപ്പോൾ നമുക്ക് നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ, ഒരു 6 മാസം മുന്നേ ആണ് തോന്നുന്നു, ഞാനൊരു ഒത്തിരി നാളത്തിന് ശേഷം ഞാനൊരു VPN സബ്സ്ക്രൈബ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് VPN. ഞാൻ നെറ്റ്ഫ്ലിക്സ്, എനിക്ക് അമേരിക്കാസ് എടുക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കാസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു നല്ല VPN കിട്ടിയില്ല. അപ്പോൾ എല്ലാം ബ്ലോക്ക്ഡ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റുള്ള വീഡിയോകൾ നോക്കുക, നല്ല വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്.